അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അത് തൻ്റെ കഴുത്തിന് നേർക്ക് നീട്ടിയിട്ട് എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. തിങ്ങാൻ ആകെ ഷോക്കാവുന്നുണ്ട്. ആ വാൾ ഉപയോഗിച്ച് തന്നെ കൊല്ലാൻ അവൻ അവളെ കുറേ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ ബലമായി അവൻ്റെ കൈ വിടുവിക്കുന്നു. അങ്ങനെ അവൾ വാൾ പുറകിലേക്ക് വലിച്ച സമയത്ത് അവൻ മാജിക് ഉപയോഗിച്ച് അവിടെ വന്ന് നിൽക്കുന്നു. അങ്ങനെ ആ വാൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ തറച്ച് കയറുന്നുണ്ട്. താൻ അവനെ കൊന്നോ എന്ന് കരുതി തിങ്ങാൻ ആകെ പേടിക്കുന്നു. പക്ഷെ ശരിക്കും അവൻ്റെ ഉദ്ദേശം അവനിങ്ങനെ പരിക്കേൽക്കുമ്പോൾ അവൻ്റെ പ്രതീകമായിട്ടുള്ള സ്പിരിറ്റ് ഫയർ വീക്കാവും. അത് കാണുമ്പോൾ അവൻ്റെ ശക്തി കുറഞ്ഞു എന്ന് കരുതി അവരവനെ അറ്റാക്ക് ചെയ്യും. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൻ്റെ ശക്തി കുറഞ്ഞു എന്ന് കരുതി അവിടെ കിടപ്പുണ്ടായിരുന്ന സീനിയേഴ്സിൽ ഒരാൾ തന്നെ അവനെ ശക്തമായി ആക്രമിക്കുന്നു. പക്ഷെ തിങ്ങാനെയും കൊണ്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഈ സമയത്ത് പുറത്ത് നിൽപ്പുണ്ടായിരുന്ന പാലസ് ഹെഡുകളും അവൻ്റെ ശക്തി കുറഞ്ഞത് സത്യമാണ് എന്ന് കരുതി വേഗം കൊട്ടാരത്തിനുള്ളിലേക്ക് ഇടിച്ചേറി ചെല്ലുന്നു. മെയിൻ പാലസ് ഹെഡായ ഷീയും മറ്റൊരു പാലസ് ഹെഡും മാത്രമാണ് അവരുടെ കൂട്ടത്തിൽ പോവാതിരുന്നത്. അവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും സിമാജിയാവോ വീക്കാണ് എന്നുള്ള കാര്യം വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ആ സംശയം കൊണ്ടാണ് അവരിപ്പോഴും അവിടെ വെയിറ്റ് ചെയ്യുന്നത്. സിമാജിയാവോ മരിക്കാൻ പോവുകയാണ് എന്നാണ് തിങ്ങാൻ കരുതിയത്. അവൾ അവനെ വിളിച്ചുണർത്താനായി ശ്രമിക്കുന്നുണ്ട്. അധികം വൈകാതെ അവൻ ഉണരുന്നു. ഇന്നുവരെ ഒരു കോഴിയെ പോലും കൊന്നിട്ടില്ലാതെ എന്നെ കൊണ്ട് ജയിക്കണമായിരുന്നു എന്ന് അവൾ ചോദിച്ചപ്പോൾ ഈ സീൽ ബ്രേക്ക് ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ആവശ്യമായിരുന്നു, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് അവൻ പറയുന്നു. എന്താണ് അവൻ ഈ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. കൂടുതൽ വിശദീകരിക്കാൻ അവനോട്ട് സമയവും കിട്ടുന്നില്ല. അതിനു മുമ്പ് തന്നെ പാലസ് ഹെഡുകളെല്ലാം അവൻ്റെ മുന്നിലെത്തുന്നു. പക്ഷേ അവർക്ക് ഇപ്പോഴും അവൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയാണ്. അതുകൊണ്ട് അടുത്തിരിപ്പുണ്ടായിരുന്ന തിങ്ങാനോട് അവൻ്റെ പൾസ് ചെക്ക് ചെയ്യാൻ അവരിലൊരാൾ ആവശ്യപ്പെടുന്നു. പക്ഷേ എനിക്ക് മെഡിസിനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അവന് നന്നായി മുറിവേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലായതോടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ്റെ കണ്ടീഷൻ വളരെ വീക്കാണ് എന്ന് തന്നെ കരുതി ഒരു പാലസ് ഹെഡ് അവനെ അറ്റാക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും അതിന് തയ്യാറാവുന്നില്ല. കുട്ടിക്കാലത്ത് അവനെ സീൽ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന പാലസ് ഹെഡുകളിൽ 3 പേർ ഇപ്പോഴും ഇക്കൂട്ടത്തിലുണ്ട്. അവർ 3 പേരുമാണ് അവനെ അറ്റാക്ക് ചെയ്യാനായി തയ്യാറായി നിൽക്കുന്നത്. ബാക്കിയുള്ളവർ ഇപ്പോഴും ഒഴിഞ്ഞു മാറി തന്നെ നിൽക്കുകയാണ്. അവനെ കൊല്ലുന്ന കാര്യം ഈ 3 പാലസ് ഹെഡുകളിൽ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്പിരിറ്റ് ഫയറിനെ നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്ന് സിമാജിയാവോ ചോദിക്കുന്നുണ്ട്. അവൻ ഇല്ലെങ്കിലും അവൻ്റെ ആ ബ്ലഡിൽ നിന്നുണ്ടായ പൂവ് ഉപയോഗിച്ച് തങ്ങൾക്ക് അതിന് സാധിക്കുമെന്ന് ആ പാലസ് ഹെഡ് പറഞ്ഞപ്പോൾ അവൻ ആ പൂവ് പുറത്തെടുത്ത് അത് തൻ്റെ ശരീരത്തിനുള്ളിലേക്ക് ആക്കുന്നു. അതോടെ അവൻ്റെ ശക്തി വീണ്ടും കൂടുന്നുണ്ട്. ഇപ്പോഴാണ് അവൻ തങ്ങളെ ട്രാപ്പിലാക്കിയതാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ സ്പിരിറ്റ് ഫയർ ഉപയോഗിച്ച് ചുറ്റും തീ പടർത്തി അവരെ തടയുന്നു. എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലായതോടെ അവനെ ആക്രമിക്കാനായി നേരത്തെ തന്നെ തയ്യാറെടുത്തിരുന്ന 3 പാലസ് ഹെഡുകളും അവരുടെ അനുയായികളും അവന് നേരെ അറ്റാക്ക് തുടങ്ങുന്നു. പക്ഷേ സിമാജിയാവോ അവരെ 3 പേരെയും അവിടെയുള്ള 3 തൂണുകളിലായി ബന്ധിക്കുന്നുണ്ട്. അതോടെ സീൽ നശിപ്പിക്കുകയാണ് അവൻ്റെ ഉദ്ദേശം എന്ന് അവർക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഇപ്പോഴും അതിനൊരു തടസ്സമുണ്ട്. അവരുടെ കൂട്ടത്തിൽ 7 പാലസ് ഹെഡുകൾ മാത്രമല്ലേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ. ഒരാളിപ്പോഴും പുറത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അവനത് സാധിക്കില്ല എന്ന് പറഞ്ഞ് കൂട്ടത്തിലൊരാൾ അവനെ പരിഹസിക്കുന്നു. അപ്പോഴാണ് സിമാജിയാവോ നേരത്തെ അവൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ സോൾ പുറത്തെടുത്തത്. ഇപ്പോൾ വരാത്ത ആ പാലസ് ഹെഡിൻ്റെ ഡയറക്റ്റ് ബ്ലഡ് ലൈനിലുള്ളതാണ് ആ പെൺകുട്ടി. ആ ബ്ലഡ് ലൈൻ മതി അവന് സീൽ തകർക്കുന്നതിന് വേണ്ടിയിട്ട്. അവൻ ശരിക്കും പ്ലാൻ ചെയ്താണ് തങ്ങളെ ഇങ്ങോട്ടേക്ക് വരുത്തിയിരിക്കുന്നതെന്ന് അറിഞ്ഞോടെ ബാക്കി 4 പാലസ് ഹെഡുകളും കൂടി അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ സിമാജിയാവോ അവരെയും 4 തൂണുകളിലായി ബന്ധിക്കുന്നു. എന്നിട്ട് അവരുടെ എല്ലാം ബ്ലഡ് ഉപയോഗിച്ച് 500 വർഷങ്ങളായി അവൻ്റെ ഉള്ളിൽ തറച്ചിരുന്ന ആ ആണികൾ പുറത്തെടുക്കാനുള്ള ശ്രമം തുടങ്ങുന്നു. ആദ്യത്തെ ആണി പുറത്തു വന്നപ്പോൾ തിങ്ങാൻ ഓടി അവൻ്റെ അടുത്ത് നിന്ന് എന്താണ് സംഭവിക്കുന്നത് നോക്കുന്നുണ്ട്. അവൾ നോക്കി നിൽക്കെ ബാക്കിയുള്ള ആണികൾ കൂടി അവൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് പുറത്തെടുക്കുന്നു. അങ്ങനെ 500 വർഷത്തെ ആ തടവിൽ നിന്ന് അവൻ മോചിതനാവുന്നുണ്ട്. സീൽ തകരുമ്പോൾ തിങ്ങാന് കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കാൻ അവളെയും എടുത്തുകൊണ്ട് അവൻ സേഫായ സ്ഥലത്തേക്ക് മാറുന്നു. എല്ലാം ശാന്തമായപ്പോൾ അവൻ തിരികെ താഴേക്ക് വരുന്നുണ്ട്. പുറത്ത് നിൽപ്പുണ്ടായിരുന്ന പാലസ് ഹെഡ് ഷീയ്ക്കും മറ്റേ പാലസ് ഹെഡിനും സീൽ തകർന്നത് മനസ്സിലാവുന്നു. അതോടെ ഇതെല്ലാം അവൻ്റെ പ്ലാൻ ആയിരുന്നുവെന്ന് അവർക്കും മനസ്സിലാവുന്നുണ്ട്. പാലസ് ഹെഡുകളെല്ലാം ഇപ്പോഴും ആ തൂണുകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവരിൽ 3 പേരോട് സിമാജിയാവോയ്ക്ക് അടങ്ങാത്ത പകയാണ്. കാരണം അന്ന് ആണികൾ അവൻ്റെ ശരീരത്തിൽ തുളച്ചു കയറ്റിയത് അവരും കൂടിയാണല്ലോ. അതുകൊണ്ട് അവരെ 3 പേരെയും അവൻ കൊല്ലുന്നു. ബാക്കിയുള്ളവരെ അവൻ സ്വതന്ത്രരാക്കുന്നുണ്ട്. അപ്പോഴേക്കും പുറത്തുണ്ടായിരുന്ന പാലസ് ഹെഡുകളും ബാക്കി പെൺകുട്ടികളും എല്ലാം അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു. ഈ വന്നവരുടെ കൂട്ടത്തിൽ യുവാൻ ഷാങ്ങുമുണ്ട്. തിങ്ങാൻ സിമാജിയാവോയുടെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ രഹസ്യം അവൾ വെളിപ്പെടുത്തിയാലോ എന്ന് പേടിച്ച് അവൻ പെട്ടെന്ന് ഗ്രാൻഡ് മാസ്റ്ററിനെ സഹായിക്കാനാണ് എന്ന രീതിയിൽ അവളെ കൊല്ലാനൊരുങ്ങുന്നു. പക്ഷേ സിമാജിയാവോ അവനെ തടഞ്ഞിട്ട് തിങ്ങാനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഈ സമയത്ത് യുവാൻ ഷെങ്ങിന് നന്നായി പരിക്കേൽക്കുന്നു. എൻ്റെ അനുവാദമില്ലാതെ നീ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സിമാജിയാവോ തിങ്ങാനോട് പറയുന്നുണ്ട്. തിങ്ങാൻ എങ്ങനെയാണ് ഇത്രമേൽ അവൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റിയത് എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പാലസ് ഹെഡുകളുടെ എല്ലാം സംശയം. അവൾ ഏത് പാലസിൽ നിന്നാണ് എന്ന് പോലും അവർക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് മോശമായിരുന്നല്ലോ അവളുടെ കൾട്ടിവേഷൻ. സിമാജിയാവോയുടെ ഈ കൊട്ടാരം ആകെ തകർന്നിരിക്കുകയാണ്. ഇനി ഈ കൊട്ടാരം റിപ്പയർ ചെയ്ത് നന്നാക്കുന്നത് വരെ
തൽക്കാലത്തേക്ക് മറ്റൊരു കൊട്ടാരത്തിലേക്ക് മാറി താമസിക്കാൻ പാലസ് ഹെഡ് ഷീ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ശരിയാക്കി കഴിയുമ്പോൾ അവനെ തിരികെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്നും അദ്ദേഹം പറയുന്നു. തിരികെ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും 500 വർഷങ്ങൾ തടവിലാക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെടുന്നു. അതിനുശേഷം അവൻ തിങ്ങാൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. അവൻ തന്നെ കൊല്ലാൻ പോവുകയാണോ എന്ന് അവൾ പേടിക്കുന്നു. പക്ഷേ അവൻ അവളുടെ നേർക്ക് ട്രൂത്ത് സ്പെൽ പ്രയോഗിച്ചിട്ട് ഇപ്പോൾ നിൻ്റെ മനസ്സിൽ എന്താണെന്ന് ചോദിക്കുന്നു. മാസ്റ്റർക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി കൊന്ന് ക്ഷീണിച്ചെങ്കിൽ പോയി കുളിച്ച് ഫ്രഷായി റെസ്റ്റ് എടുത്തോളാൻ അവൾ പറയുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ആവശ്യമെന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ അവൻ അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. കത്തി നശിച്ചുകൊണ്ടിരുന്ന ആ കൊട്ടാരത്തിനുള്ളിലേക്ക് തന്നെയാണ് അവൻ അവളെയും കൊണ്ട് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ അവളെ താഴേക്ക് ഇടുന്നു. അവിടെ നിന്ന് എഴുന്നേക്കാനായി തൻ്റെ കൈ കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. ചുറ്റും എല്ലാം കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ തീരെ കരുതിയിരുന്നതല്ല എന്ന് തിങ്ങാൻ പറഞ്ഞപ്പോൾ, ഞാനിത് 500 വർഷങ്ങളായി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്ലാൻ നടപ്പിലാക്കുന്നതിൽ ഏറ്റവും വലിയ ചലഞ്ച് ഈ 8 കൊട്ടാരത്തിലുള്ളവരുടെയും ബ്ലഡ് കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. എനിക്ക് ഇവിടം വിട്ട് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവരെ ഇങ്ങോട്ട് വരുത്തി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ തയ്യാറെടുത്തത് എന്നൊക്കെ പറഞ്ഞ് അവൻ തൻ്റെ പ്ലാനിങ് എങ്ങനെയായിരുന്നു എന്നൊക്കെ അവൾക്ക് വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. തന്നെ കൊണ്ട് അവനെ കുത്തിച്ചതും അവൻ്റെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവന് തനിയെ അതങ്ങ് ചെയ്താൽ പോരായിരുന്നുവെന്ന് അവൾ അന്വേഷിക്കുന്നു. അവൻ ആത്മഹത്യ ചെയ്യാതിരിക്കാനായി അവർ സീൽ ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. ആ സീൽ കാരണം തന്നെ അവന് സ്വന്തമായി പരിക്കേൽപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവളെ ഉപയോഗിക്കേണ്ടി വന്നത് എന്ന് അവൻ പറയുന്നു. ഇങ്ങനെ അവളെ കൊണ്ട് കുത്തിച്ച സമയത്ത് അവൻ്റെ സ്പിരിറ്റ് വെയിൻ വീക്ക് ആയതുകൊണ്ട് മാത്രമാണ് അവൻ വീക്കാണ് എന്നുള്ള കാര്യം പാലസ് ഹെഡുകൾ വിശ്വസിച്ചതും ഇങ്ങനെ ഒരു ആക്രമണത്തിന് തയ്യാറായതും. അത് മാത്രമല്ല, നിന്നെക്കൊണ്ട് ജയിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് ശരിക്കും എന്നെ കൊല്ലാൻ വല്ല ഉദ്ദേശവും ഉണ്ടോ എന്ന് ഞാൻ എങ്ങനെ ഉറപ്പിക്കും എന്നുകൂടി അവൻ പറയുന്നു. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്കെന്നെ തെറി വിളിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇല്ലെന്നാണ് അവൾ പറഞ്ഞത്. അത് വിശ്വാസം വരാതെ അവൻ ട്രൂത്ത് സ്പെല്ല് പ്രയോഗിക്കുന്നു. ആ സമയത്ത് മനസ്സിലുള്ളത് പറയാൻ അവൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ വായിൽ വന്ന തെറിയൊക്കെ അവനെ വിളിക്കുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ തല കുനിച്ച് നിന്നതേ ഉള്ളൂ. പക്ഷെ അവനിത് കേട്ടിട്ട് ദേഷ്യമൊന്നും വരുന്നില്ല, പകരം പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. നിനക്കെന്നെ കൊല്ലണമെന്നുണ്ടോ എന്ന് അവൻ ഇപ്പോഴും ചോദിക്കുന്നു. ഇല്ല എന്ന് തന്നെയാണ് അവൾ ഇപ്പോഴും പറയുന്നത്. അങ്ങനെ അവൻ ട്രൂത്ത് സ്പെല്ല് മാറ്റുന്നു. എന്നിട്ട് അവളോട് പോയി കിടന്നുറങ്ങിക്കോളാൻ പറയുന്നു. അവൾക്ക് കിടക്കാനായ ഒരു ആട്ടുതൊട്ടിലും അവൻ മാജിക് കൊണ്ട് ഉണ്ടാക്കി നൽകുന്നുണ്ട്. തിങ്ങാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിൽ കയറി കിടന്ന് അവൻ എന്ത് ചെയ്യുകയാണെന്ന് നോക്കുന്നുണ്ട്. അവൻ നേരത്തെ ആ ഫ്ലവർ ഉണ്ടായിരുന്ന സ്ഥലത്ത് വീണ്ടും അവൻ്റെ ബ്ലഡ് നൽകി ഫ്ലവറിനെ വളർത്താനുള്ള ശ്രമത്തിലാണ്. 500 വർഷങ്ങളായിട്ട് ഇവിടെ തടവിലായിരുന്ന അവൻ ഇപ്പോൾ തടവിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അതിൻ്റെ സന്തോഷമൊന്നും അവൻ്റെ മുഖത്ത് കാണാനില്ലല്ലോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. അവൾ ചിന്തിച്ചത് ശരിയായിരുന്നു. അവൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. ഇനിയും എന്തൊക്കെയോ അവനെ അലട്ടുന്നുണ്ട്. സിമാജിയാവോയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാലസ് ഹെഡുകളുടെ കൂട്ടത്തിൽ ഒരാൾ റൂളിങ്ങിൻ്റെ പാലസ് ഹെഡായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബാക്കി അംഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് കരയുകയാണെങ്കിലും റൂളിങ് അങ്ങോട്ടേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി എന്തോ മാജിക് ഉപയോഗിച്ച് ഇല്ലാതെയാക്കിയിട്ട് അതിൻ്റെ കോർ അവൾ എടുക്കുന്നുണ്ട്. അവൾക്ക് അങ്ങനെ അത് ചെയ്യാൻ സാധിച്ചുവെന്ന് അവിടെ ഉണ്ടായിരുന്നവർ അത്ഭുതപ്പെടുന്നു. കാരണം ഈ മാസ്റ്ററുടെ ഡയറക്റ്റ് ബ്ലഡ് ലൈനിൽപ്പെട്ട ഒരാൾക്ക് മാത്രമേ ഇപ്പോൾ റൂളിങ് ചെയ്തതുപോലെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവൾ അവിടുത്തെ ഒരു ജോലിക്കാരുടെ മകളാണ് എന്നാണ് ഇത്രയും കാലം എല്ലാവരും കരുതിയിരുന്നത്. ഇപ്പോൾ അവൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ അവൾ അദ്ദേഹത്തിൻ്റെ മകളാണോ എന്ന് എല്ലാവരും സംശയിക്കുന്നു. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് റൂളിങ് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഇനി അടുത്ത പാലസ് ഹെഡ് അവളാണ്. അവളെ ആർക്കെങ്കിലും എതിർക്കണമെന്നുണ്ടെങ്കിൽ അവർ അവളുമായി ഫൈറ്റ് ചെയ്ത് വിജയിക്കണം. ഞാൻ പാലസ് ഹെഡ് ആവുന്നതിന് എതിർപ്പുള്ളവർ എനിക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി വന്നോളാൻ റൂളിങ് വെല്ലുവിളിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു സീനിയറിന് മാത്രം ആദ്യം അവളെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹവും അവളെ പാലസ് ഹെഡായി അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ആ പാലസിൻ്റെ പുതിയ ഹെഡായിട്ട് റൂളിങ് ചാർജ് എടുക്കുകയാണ്. അവിടെ ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടായിട്ടും ആ ചുറ്റും പടർന്നു പിടിക്കുന്ന ആ തീക്കിടയിലും തിങ്ങാൻ സുഖമായി ഉറങ്ങുകയാണ്. ഇത് കണ്ടിട്ട് സിമാജിയാവോ പോലും കുറച്ച് അത്ഭുതപ്പെടുന്നുണ്ട്. ഇവൾക്ക് എങ്ങനെയാണ് ഇത്ര ശാന്തമായി ഉറങ്ങാൻ സാധിക്കുന്നത് എന്നവൻ പുഞ്ചിരിയോടെ അവളുടെ അടുത്ത് എന്ന് ചിന്തിക്കുന്നു. അവൻ്റെ ദേഹമാകെ ബ്ലഡ് പുരണ്ടിരിക്കുകയായിരുന്നല്ലോ. എന്തോ മാജിക് ചെയ്തപ്പോൾ അതൊക്കെ മാറി അവൻ വേറെ ഡ്രസ്സൊക്കെ ധരിക്കുന്നു. എന്നിട്ട് അവളുടെ അടുത്ത് കയറി കിടന്നുറങ്ങുന്നുണ്ട്. തിങ്ങാൻ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കമാണ്. കുറേ കഴിഞ്ഞ് അവൾ ഉണരുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന അവനെ അവൾ കാണുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ ആദ്യം അവൾ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ കണ്ണിൽ ബാക്കിയുള്ളവരൊക്കെ വെറും ഉറുമ്പുകളെ പോലെയാണ്. താനും അങ്ങനെ ആയിരിക്കും എന്ന് കരുതി സമാധാനിച്ച് അവൾ അവിടെ തന്നെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങുന്നു. സത്യത്തിൽ അവളെ ഉണർന്നതൊക്കെ അവൻ അറിയുന്നുണ്ടായിരുന്നു. ഉറക്കം നടിച്ച് കിടന്നതാണ്. അവൾ വീണ്ടും ഉറക്കമായി കഴിഞ്ഞപ്പോൾ അവൻ അവളെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ 500 വർഷത്തെ അവിടുത്തെ തടവ് ജീവിതം അവസാനിപ്പിച്ച് അവൻ അവിടെ നിന്ന് ആദ്യമായി പുറത്തേക്ക് പോവുകയാണ്. സ്നേക്കിൻ്റെ പുറത്താണ് അവിടെ നിന്ന് പോകുന്നത്. വൈറ്റ് ടീർ ക്ലിഫ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് അവർ പോയത്. അത് ശരിക്കും അവൻ ജനിച്ച സ്ഥലമാണ്. അവിടെ അവനെ സ്വീകരിക്കാനായി പാലസ് ഹെഡ് ഷീ ഉണ്ടായിരുന്നു. പക്ഷേ അയാളെ വലിയ മൈൻഡൊന്നും ചെയ്യാതെ അവൻ തിങ്ങാനൊപ്പം അകത്തേക്ക് കയറുന്നു.
ഷീ അവന് പിന്നാലെ ചെന്ന് അവിടമൊക്കെ അറേഞ്ച് ചെയ്തതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. മുമ്പ് ഒരു വലിയ തീപിടുത്തമുണ്ടായി അവിടെ മുഴുവൻ നശിച്ചതായിരുന്നു. പിന്നീട് ഷീയാണ് ഇതൊക്കെ റിപ്പയർ ചെയ്ത് ഇപ്പോഴത്തെ രീതിയിലാക്കിച്ചത്. തിങ്ങാനോടൊപ്പം ഇനി സിമാജിയാവോ ഇവിടെയാണല്ലോ താമസിക്കാൻ പോകുന്നത്. അവൻ്റെ സഹായത്തിനായി കുറേ ജോലിക്കാരെ ഷീ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ മനുഷ്യരല്ല, ആത്മാവൊന്നുമില്ലാത്ത കുറച്ച് പപ്പറ്റുകളാണ്. അതുകൊണ്ട് ധൈര്യമായി അവിടെ കൂടെ നിർത്താം എന്ന് ഷീ പറയുന്നുണ്ട്. പക്ഷേ സിമാജിയാവോ അവരെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. അവരുടെ ആവശ്യമില്ല എന്ന രീതിയിൽ അവൻ മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് ഷീ അവിടെ ഇരുന്ന് മുമ്പ് ചെയ്തിട്ടുള്ള സർവീസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിച്ചുകൊണ്ട് അവരെ അവിടെ നിർത്തണമെന്ന് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷേ സിമാജിയാവോ അയാളുടെ അടുത്ത് നിന്ന് അയാളുടെ സർവീസിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിട്ടല്ല എന്ന രീതിയിൽ സമാധാനിപ്പിച്ച ശേഷം അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇപ്പോഴും ആ ജോലിക്കാരെ അവിടെ നിർത്താൻ അവൻ പെർമിഷൻ നൽകിയിട്ടില്ല. അവൻ്റെ ഒപ്പം തനിച്ച് ഈ വലിയ കൊട്ടാരത്തിൽ താമസിക്കണമല്ലോ എന്നുള്ള ചിന്തയിലാണ് തിങ്ങിയാൻ മുന്നോട്ട് പോയത്. അത് ആലോചിച്ചപ്പോൾ തന്നെ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇനി എത്ര കാലം ഇവിടെ ജീവനോടെ ഇരിക്കാൻ സാധിക്കും, എങ്ങനെ ദിവസങ്ങൾ തള്ളി നിൽക്കും എന്നൊക്കെ ചിന്തിച്ച് ആകെ മൂഡ് ഓഫ് ആയിട്ടാണ് അവൾ മുന്നോട്ട് പോകുന്നത്. അവനിത് ശ്രദ്ധിക്കുന്നു. എന്താണ് അവളുടെ പ്രശ്നമെന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും പറയുന്നില്ല. അങ്ങനെ അവൻ ട്രൂത്ത് സ്പെല്ല് പ്രയോഗിക്കുന്നു. അവൻ 3 പാലസിഡുകളെ കൊന്നിരുന്നല്ലോ, ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നാണ് തിങ്ങാൻ ചോദിച്ചത്. ഞാൻ ഒരു കാരണവുമില്ലാതെയാണ് അവരെ കൊന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് സിമാജിയാവോ തിരിച്ചു ചോദിക്കുന്നു. പക്ഷെ അവനതിന് കൂടുതൽ വിശദീകരണമൊന്നും നൽകാൻ നിൽക്കുന്നില്ല. ട്രൂത്ത് സ്പെല്ല് മാറ്റിയ ശേഷം മുന്നോട്ട് പോകുന്നുണ്ട്. ഇങ്ങനൊരു കാര്യം കേട്ടിട്ടും അവൻ ദേഷ്യപ്പെടാതെ പോകുന്നത് അവളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് ഇത് തൻ്റെ വീടാണ് എന്നുള്ള കാര്യം അവൻ പറയുന്നത്. അവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നും അവൻ പറയുന്നുണ്ട്. അവൻ്റെ സെലസ്റ്റിയൽ പാലസിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ആ പ്രത്യേകതരം പൂക്കൾ ഇവിടെയും ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ തിങ്ങാൻ അതിനെപ്പറ്റി ചോദിക്കുന്നു. അത് കണ്ടപ്പോൾ ഒരെണ്ണം പറിച്ചെടുക്കാൻ അവൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിലും പെട്ടെന്ന് മുമ്പ് അത് പറിച്ചെടുത്ത് മണപ്പിച്ച് നോക്കിയ പെൺകുട്ടിക്കുണ്ടായ അനുഭവം അവൾക്ക് ഓർമ്മ വരുന്നതിനാൽ അവൾ പെട്ടെന്ന് തന്നെ പിന്മാറുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ വംശത്തിലെ ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു പേൾ മാത്രമാണ് അവസാനിക്കുക. ആ പേൾ വിതറിയിട്ട് കിളിച്ചു വന്ന പൂക്കളാണത് എന്ന് സിമാജിയാവോ പറഞ്ഞത്. അവിടെയാണെങ്കിൽ ആയിരക്കണക്കിന് പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സെമിത്തേരിയാണ് എന്ന് തിങ്ങാൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അവൻ്റെ വംശത്തിലെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ പേളുകളൊക്കെ അവൻ പെറുക്കിയെടുത്തിട്ട് കുറേ ഇവിടെ വിതറിയതാണ്. ബാക്കിയുള്ളത് അവൻ മറ്റേ സെലസ്റ്റിയൽ പാലസിലും വിതറിയിരുന്നു. അങ്ങനെയാണ് അവിടെയും ഇവിടെയുമൊക്കെ ഈ പൂക്കൾ ഇങ്ങനെ ഉണ്ടായത്. അതിൽ നിന്ന് ഒരു പൂവ് പറിച്ചെടുത്തോളാനും അവൻ അവളോട് പറയുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ എന്നെ കൊല്ലുമോ എന്ന് അവൾ പേടിയോടെ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി അവനൊരു കൊലച്ചിരി ചിരിക്കുന്നു. അത് കണ്ടതോടെ പേടിച്ച് അവളൊരു പൂ വേഗം തന്നെ പറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മണപ്പിച്ച് നോക്കുന്നു. അപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം പറഞ്ഞത്. ഈ പൂക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പൂക്കൾ ഉണ്ടായിരിക്കുന്നത് ഓരോ ആൾക്കാരുടെ ശരീരത്തിൽ നിന്നാണല്ലോ. ആ വ്യക്തികൾ ജീവിച്ചിരുന്നപ്പോൾ ദുഷ്ടന്മാരായിരുന്നെങ്കിൽ ആ പൂവും വിഷമുള്ളതായി മാറും. അങ്ങനെ അത് മണത്ത് നോക്കുന്നയാൾ രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം വിഷമേറ്റ് മരിക്കും. അതേസമയം പൂവിൻ്റെ ഉടമസ്ഥൻ നല്ലയാളായിരുന്നെങ്കിൽ അതേ വിഷത്തിനുള്ള മറുമരുന്നായി ആ പൂവിനെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ എല്ലാ പൂക്കളും ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് ഇതിൽ നല്ലതേതാണ് വിഷം ഏതാണ് എന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല എന്നൊക്കെ അവൻ പറയുന്നു. താൻ പറിച്ചെടുത്ത പൂവ് എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാകാതെ തിങ്ങാൻ ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. കുറച്ച് സമയമായല്ലോ അത് അവൾ മണപ്പിച്ചിട്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് ഈ പൂവ് നല്ല ഒരാളുടേതായിരിക്കണം എന്നൊക്കെ കരുതി അവൾ സമാധാനിക്കുന്നു. അന്ന് മറ്റേ പെൺകുട്ടി മരിച്ചത് ആ പെൺകുട്ടി പറിച്ചെടുത്ത പൂവ് പോയിസൺ ആയിരുന്നതുകൊണ്ടായിരിക്കും അല്ലേ എന്നവൾ അവനോട് ചോദിക്കുന്നുമുണ്ട്. എന്തായാലും നിനക്ക് കിട്ടിയത് മെഡിസിൻ ആണെന്ന് തോന്നുന്നു എന്നവൻ പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൾ മയങ്ങി അവൻ്റെ തോളിലേക്ക് വീഴുന്നുണ്ട്. പക്ഷെ ബോധം നഷ്ടപ്പെട്ട അവൾ മറ്റൊരു സ്ഥലത്ത് ഉണരുന്നു. മുന്നിൽ പരിചയമില്ലാത്ത 2 പേർ ഇരിക്കുന്നത് കണ്ടപ്പോൾ താൻ മരിച്ചതായിരിക്കുമോ എന്ന് അവൾ സംശയിക്കുന്നു. അപ്പോഴാണ് സിമാജിയാവോയുടെ ഫ്ലവർ പോലെയുള്ള ഒരു ഫ്ലവർ അവിടെ ഇരിക്കുന്നത് അവൾ കണ്ടത്. അത് തന്നെ ആയിരിക്കുമെന്ന് കരുതി അവൾ അതിനോട് സംസാരിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ അത് പെട്ടെന്ന് മുന്നിലിരുന്ന ആളുകളെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ദേഷ്യത്തിൽ പറയുന്നത് അവൾ കേൾക്കുന്നു. ആൾക്കാരെ ആ പൂവ് തട്ടി ദൂരേക്ക് എറിയുന്നുമുണ്ട്. അതിൻ്റെ ശബ്ദം കേട്ടതോടെ അത് തനിക്ക് പരിചയമുള്ള പൂവല്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്കൊരു സ്ത്രീ വന്നത്. അവർക്ക് തിങ്ങാനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ തിങ്ങാന് അവിടെ നടക്കുന്നതൊക്കെ കാണാം. അവർ ആ പൂവിൻ്റെ അടുത്ത് വന്നിട്ട് നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് കുറച്ച് വാത്സല്യത്തോടെ ചോദിച്ച് അതിന് തൻ്റെ കയ്യിലെ ബ്ലഡ് സിമാജിയാവോ നൽകുന്നത് പോലെ നൽകുന്നു. അവരും പൂവുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് അത് സിമാജിയാവോയുടെ വംശത്തിൽപ്പെട്ട ആരോ ആണ് എന്ന് തിങ്ങാന് മനസ്സിലാവുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ മറ്റൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നു. അവിടെയും അതേ സ്ത്രീയെ തന്നെയാണ് അവൾക്ക് കാണാൻ സാധിച്ചത്. അവിടെ ഒരാൾ അവളെ ഒരു വിവാഹത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സിമായി എന്നാണ് അവളുടെ പേര്. വീണ്ടും അവളെ കണ്ടതുകൊണ്ട് തന്നെ അവളുടെ ഓർമ്മയിലേക്കാണ് താൻ എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് തിങ്ങാൻ ഊഹിക്കുന്നു. സിമാജിയാവോ ഇപ്പോൾ അവരുടെ വംശത്തിൻ്റെ ബ്ലഡ് ലൈൻ നിലനിർത്തുന്നത് പോലെ മുമ്പ് ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരുന്നത് ഈ സിമായിക്കാണ്. ഈ സ്പിരിറ്റ് ഫയറും ബ്ലഡ് ലൈനുമൊക്കെ വരും തലമുറയിലേക്ക് കൈമാറുന്നതിന് വേണ്ടി ഇവളുടേതുപോലെ തന്നെ ശക്തിയുള്ള അവരുടെ വംശത്തിൽപ്പെട്ട മറ്റൊരാളെ വിവാഹം കഴിക്കാനാണ് ഈ വന്നയാൾ അവളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ വിവാഹാലോചനയ്ക്ക് പിന്നിലും അന്നത്തെ പാലസ് ഹെഡുകളാണ്. അവരുടെ കൺട്രോളിലാണ് ഇവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് തിങ്ങാനും മനസ്സിലാവുന്നു. സിമായി വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല. ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്ന ഫ്ലവർ മറ്റേ ആളിനോട് ദേഷ്യപ്പെട്ടപ്പോൾ അയാൾ അവിടെ നിന്ന് പോകുന്നു. സിമായി ഫ്ലവറിൻ്റെ അടുത്തേക്കും പോകുന്നുണ്ട്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കൂട്ടിലടക്കപ്പെട്ട കിളിയെ പോലെയുള്ള ഈ ജീവിതത്തെക്കുറിച്ചുള്ള വിഷമമൊക്കെ സിമായി ഫയറിൻ്റെ മുന്നിൽ നിന്ന് പറയുന്നു. ഈ സ്പിരിറ്റ് ഫയർ ഇല്ലാതായാൽ മാത്രമേ തങ്ങളുടെ വംശക്കാരുടെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ എന്നും അവൾ വിഷമത്തോടെ പറയുന്നുണ്ട്. തിങ്ങാൻ ഇതെല്ലാം കേട്ടു നിൽക്കുകയാണല്ലോ. അടുത്തതായി അവൾ എത്തിപ്പെട്ടത് ഈ സിമായിയുടെ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്കാണ്. വിവാഹത്തിന് സമ്മതമല്ല എന്നൊക്കെ പറഞ്ഞ് എതിർത്ത് നോക്കിയെങ്കിലും അവസാനം സിമായിക്ക് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ അവരുടെ വംശത്തിൻ്റെ ആചാരപ്രകാരം സിമായിയുടെ വിവാഹം നടക്കുന്നു. സിമായിയെ പോലെ തന്നെ ഒട്ടും സന്തോഷത്തോടെയല്ല വരനും അവിടെ ഇരിക്കുന്നത്. രണ്ടുപേരും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ വിവാഹത്തിന് വന്നിരിക്കുന്നതെന്ന് തിങ്ങാനും മനസ്സിലാവുന്നു. ഇപ്പോൾ സിമാജിയാവോ കൊന്ന ആ 3 പാലസ് ഹെഡുകളെയും അവൾ അവിടെ കാണുന്നുണ്ട്. അടുത്തതായി തിങ്ങാൻ എത്തിപ്പെട്ടത് ഈ സിമായിക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കുന്ന സ്ഥലത്തേക്കാണ്. സമ്മതത്തോടെ അല്ല വിവാഹം കഴിച്ചതെങ്കിലും ഇപ്പോൾ അവർ രണ്ടുപേരും സന്തോഷത്തിലാണ്. കുഞ്ഞ് ജനിച്ചതിൻ്റെ സന്തോഷത്തിലാണ് രണ്ടുപേരും ഇപ്പോൾ ഉള്ളത്. കുഞ്ഞിന് അവർ പേരും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പേര് കേട്ടപ്പോഴാണ് തൻ്റെ മുന്നിലുള്ള കുഞ്ഞ് ഇപ്പോഴത്തെ തൻ്റെ മാസ്റ്ററായ സിമാജിയാവോ ആണ് എന്നും മറ്റേത് അവൻ്റെ അച്ഛനും അമ്മയും ആണ് എന്നും തിങ്ങാനും മനസ്സിലാവുന്നത്. അതവൾക്ക് ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു എന്ന് പറയണ്ടല്ലോ.